ഹലോ ഒരുവൻ. അപ്പോൾ നമ്മളിന്ന് കൊളുക്കുമല ട്രക്കിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാനം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുകുത്തിയിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്ന വണ്ടി. ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഈ ഒരു യാത്ര പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരിയുമുണ്ട്. അപ്പോൾ നമ്മളിനി ഡയറക്റ്റ് പോകുന്നത് കുട്ടിക്കാനമാണ്. ഇതുവരെ നമ്മൾ കുട്ടിക്കാനം എത്തിയിട്ടില്ല. അതിനു മുന്നേ നമ്മൾ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാണ്. മസാല ദോശയാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. അപ്പോൾ ഇവിടുത്തെ വ്യൂവും അടിപൊളിയായിരുന്നു. നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ച് കുട്ടിക്കാനത്തോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താറായി. ഇപ്പോൾ മഴയുള്ള കാലാവസ്ഥയൊന്നും അല്ലാത്തതിനാൽ വെള്ളച്ചാട്ടമൊന്നും കാണത്തില്ല. കഴിഞ്ഞ ഒരു ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളച്ചാട്ടം ഇല്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരി ഇതുവരെ ഇവിടെ ഇറങ്ങി നിന്ന് ഈ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വണ്ടി ഒതുക്കി അവളെ ഈ വെള്ളച്ചാട്ടം ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മാത്രമേ വെള്ളം ഇപ്പം ഒഴുകുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ ആണെങ്കിലും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ കടകളൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്തെത്തി. അപ്പോൾ നമുക്കിവിടുന്ന് പോകേണ്ടത് ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കുട്ടിക്കാനം മരിയം കോളേജ്. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് വേറെ സ്പോട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുട്ടിക്കാനം വന്നായിരുന്നു. കുട്ടിക്കാനത്തു നിന്ന് ഇപ്പം ഏലപ്പാറ വന്നു. അപ്പോൾ കറക്റ്റ് സ്പോട്ട് ഏലപ്പാറ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏലപ്പാറ വ്യൂ പോയിൻറ്റിലെ കാഴ്ചകൾ. ഇത് ആ കാണുന്നത് ഏലപ്പാറ സിറ്റി. പിന്നെ ഈ ഒരു സൈഡ് വരുന്നതാണ് വ്യൂ പോയിൻ്റായിട്ട് വരുന്നത്. ഇവിടെ തന്നെ ഒരു പായസം വിൽക്കുന്നതൊക്കെ ഒരു കടയുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആ ചേട്ടനൊന്നും ഇവിടെ വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ചേട്ടൻ ഇവിടെ സ്ഥിരം കാണുന്നതായിരുന്നു. അപ്പോൾ നമ്മളിനി പോകുന്നത് ഏലപ്പാറയിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു കുറച്ച് മീറ്റർ ദൂരം മാത്രമേ ഏലപ്പാറയിലോട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വളവ് തിരിഞ്ഞ് ചെല്ലുന്നത് തന്നെ ഏലപ്പാറയിലോട്ടാണ്. അപ്പം ആ കാണുന്നതാണ് ഏലപ്പാറ സിറ്റി. അങ്ങനെ നമ്മൾ സിറ്റിയിലെത്തി. അപ്പോൾ ഇവിടെ വലിയൊരു സിറ്റിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റി തന്നെയാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനും അതേപോലെ ചെറിയ തരം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. അതേപോലെ തന്നെ വെളിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇവിടെ ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫിക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഏലപ്പാറയിൽ നിന്നും യാത്ര തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിയിലെല്ലാം വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെക്ക് ഇൻ ടൈം പറഞ്ഞിരിക്കുന്നത് 2 മണിക്കാണ്. ഏതായാലും നമ്മൾ അവിടെ ചെല്ലുമ്പം 2 മണി കഴിയുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ പതുക്കെ ഓരോ സ്ഥലങ്ങളും കണ്ട് പതുക്കെയാണ് നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയ മൊത്തം തേയിലത്തോട്ടങ്ങളാണ് 2 സൈഡിലും കാണുന്നത്. അപ്പം അവിടുന്ന് മാറി ചെന്നപ്പോൾ ഒരു ഇടവഴി ചെന്നപ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. ഇവിടെ കുറച്ച് കുരുമുളകും അതേപോലെ തന്നെ ഏലവും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അതുപോലെ തന്നെ അവരുടെ വീടും നമുക്ക് ഈ 2 സൈഡിലൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ മൊത്തം റോഡിൽ കാണുന്നത് ഒരു പച്ചപ്പ് നിറഞ്ഞ ഏരിയ തന്നെയാണ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാപ്പിട്ടാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഗ്യാപ്പ് റോഡുകളൊക്കെ വഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വഴി വന്നപ്പം റോഡിലൊക്കെ ചെറിയ പണികളൊക്കെ നടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയും പതുക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അയ്യപ്പ സീസൺ ആയതുകൊണ്ട് ഒരുപാട് അയ്യപ്പന്മാരുടെ വണ്ടിയൊക്കെ ഈ വഴിയും പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. ഇത് വരുന്ന വഴിക്ക് കണ്ടൊരു പാലമാണ്. ഇത് അവിടെ ഒരു വീടുണ്ട്, അങ്ങോട്ടുള്ള പാലമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ചെറിയ ഒരു തോട് പോലെ റിവർ കണ്ടുകൊണ്ട് നിർത്തിയതാണ്. ഇത് വെങ്കാടാണ് സ്ഥലം. അങ്ങനെ കൊളുക്കുമല ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി ഒരു 42 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഇവിടുന്ന്. ഇത്രയും നേരം നമ്മൾ വണ്ടി ഓടിച്ചത് നിരപ്പായ റോഡിൽ കൂടെയും അതേപോലെ തന്നെ ഇറക്കമുള്ള റോഡിൽ കൂടെയൊക്കെയാണ്. ഇപ്പോൾ നേരെ തിരിച്ചാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കയറ്റത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ കണ്ട ഒരു വ്യൂ പോയിൻ്റ് പിന്നെയും വണ്ടി നിർത്തി. അങ്ങനെ ഞങ്ങൾ ഉടുമ്പൻചോല ഇപ്പോൾ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഉടുമ്പൻചോലയ്ക്ക്. അപ്പോൾ ഇവിടെ ഒരു വ്യൂ ഉണ്ട്, അത് കണ്ടിട്ട് വണ്ടി നിർത്തിയതാണ്. ഈ ഒരു റോഡ് പോയാലാണ് ഉടുമ്പൻചോല. അപ്പോൾ അവിടെ നിന്നൊരു ഈ റോഡ് പോയാൽ ഒരു 4 കിലോമീറ്റർ ആയ ഉടുമ്പൻചോലയാവും. വലിയ ചൂടൊന്നുമില്ല, അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക്. അതുപോലെ തന്നെ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ ഒരു സമയം കറക്റ്റ് 1 മണിയായിട്ടുണ്ട്. ഇപ്പോൾ 2 മണിയാണ് അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് കുറച്ച് നേരം യാത്ര ചെയ്യേണ്ടി വന്നത് നല്ല കയറ്റമുള്ള റോഡുകളായിരുന്നു. ഇപ്പോൾ നല്ല ഇറക്കമുള്ള റോഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് സേനാപതിയിലാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലുണ്ട്. വെള്ളച്ചാട്ടം എന്ന് പറയാനില്ല, അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല. പിന്നെ വണ്ടിയൊക്കെ ഒതുക്കി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും.
ഇനി ഒരു 24 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സ്ഥലത്തെല്ലാം ഏലക്കായൊക്കെ നിൽപ്പുണ്ട്, ഇത് കാണിച്ചു തരാം. ഒത്തിരി കായൊന്നുമില്ല, ഇതുപോലെ കുറച്ച് കായകളൊക്കെ ഉള്ളൂ. ഇതാണ് ഏലച്ചെടി. അങ്ങനെ നമ്മൾ പിന്നെയും സേനാപതിയിൽ നിന്ന് യാത്ര തുടർന്നു. പിന്നെ ഇതേപോലെയുള്ള ഗ്യാപ്പ് റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സൈഡിലും വീടുകളൊക്കെ ഉണ്ട്. അപ്പം അവരുടെ തോട്ടത്തിൽ കാണുന്ന ഏലത്തോട്ടവും അതേപോലെ തന്നെ കുറേ മരങ്ങളൊക്കെയാണ് ഈ രണ്ട് സൈഡിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുരുമുളക് കൃഷിയൊക്കെ കുറേ കണ്ടു. അങ്ങനെ പിന്നെ നമ്മൾ ഒരു മെയിൻ റോഡിൽ വന്ന് ചാടിയിട്ടുണ്ട്. ഇവിടെയും കാഴ്ചകൾ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. അതേപോലെ തന്നെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതിൻ്റെ ഫാക്ടറിയും നമുക്ക് കാണാൻ സാധിക്കും. റോഡിലെത്തിയപ്പോൾ അത്യാവശ്യം വെയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാകുന്നില്ല. അത്യാവശ്യം നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെയിലിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെയൊക്കെ യാത്ര ചെയ്ത് ഏകദേശം നമ്മൾക്ക് എത്താറായിട്ടുണ്ട്. അപ്പം ഈ ഒരു റോഡ് കണ്ടപ്പം അത്യാവശ്യം നല്ല ഭംഗി തോന്നി. ഇവിടെയൊക്കെ നിർത്തി പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഇപ്പോൾ തന്നെ ഓൾറെഡി താമസിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് വൈകുന്നേരം ആകുന്നതിന് മുന്നേ നമ്മുടെ റൂമിലെത്തണം. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു ഏരിയ വന്നപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഒന്ന് ഒതുക്കിയായിരുന്നു. കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് അവിടെ വണ്ടി ഒതുക്കിയത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇത്രയും നേരം തേയിലത്തോട്ടങ്ങളാണ് കൂടുതൽ കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് കൂടുതൽ മലകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മേഘങ്ങളും ആ മലകളും അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ, അതായത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഇപ്പോൾ സമയം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല, രാവിലെ കാപ്പി മാത്രം കുടിച്ചതേ ഉള്ളൂ. വരുന്ന വഴിക്ക് ഇടയ്ക്ക് നോക്കിയിരുന്നു അത്യാവശ്യം ആംബിയൻസ് ഉള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയായിരുന്നു, പക്ഷേ ഒന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ വന്ന വഴിക്ക് നിർത്തിയതാണ് ഇവിടെ. ഈ ഒരു സ്ഥലം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുവാൻ വേണ്ടി, അതുകൊണ്ട് തന്നെയാണ് നിർത്തി അവിടെ നിന്ന് കണ്ടത്. അപ്പം നമ്മൾ പിന്നെ അവിടുന്ന് യാത്ര തിരിച്ചു. നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ഒരു ടെൻറ്റ് സ്റ്റേ ആണ്. നമ്മൾ ഫുൾ പാക്കേജാണ് എടുത്തിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും, അതായത് ഇന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് കാണും. അപ്പോൾ അവർ 2 മണിക്കാണ് വെൽക്കം ഡ്രിങ്ക് പറഞ്ഞിരുന്നത്. നമ്മൾ ഏതായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 2 മണി കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഈ വന്ന വഴിക്കും ജസ്റ്റ് ഒന്ന് നിർത്തി റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചെല്ലുമ്പോഴത്തേക്ക് ഒരു സൺസെറ്റ് കാണാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടും പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡിന്നർ, ക്യാമ്പ് ഫയർ ഇതേപോലെയൊക്കെ പരിപാടികൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഇതേപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളൊന്ന് ചെറുതായിട്ട് നിർത്തി. ഇവിടെയും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ താഴെ കാണുന്ന കുളങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. അങ്ങനെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചിന്നക്കനാലിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റിവർ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ റോഡിൽ കൂടെ ബൈക്കിന് പോകാൻ നല്ല രസമാണ്. വലിയ തിരക്കൊന്നും ഇല്ലാതെ നല്ല ഭംഗിയുള്ള റോഡാണിത്. പിന്നെ ഇവിടെ മൊത്തം തേയിലത്തോട്ടമാണ്. പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും വെള്ളമൊന്നും ഇല്ലാതാണ് കിടക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ റോഡ് നല്ല ഭംഗിയാണ് കാണാൻ. മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ ഏറ്റവും നല്ലൊരു ഏരിയയാണ് ഈ ഒരു ചിന്നക്കനാൽ എന്ന് പറയുന്ന ഏരിയ. നമ്മുടെ വണ്ടി അത് അവിടെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ഇനി ഈ ഒരു റൂട്ടിൽ വേണം നമുക്ക് പോകാൻ. അങ്ങനെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പെരിയകനാൽ എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും കുറച്ച് ദൂരം മാത്രമേ ഉള്ളെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു കയറ്റം കണ്ടു. അങ്ങനെ ആ കയറ്റവും കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കാണ് മാപ്പിൽ വേറെ ഏതോ ഒരു വഴിയിലോട്ട് പോകാൻ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം വഴി തെറ്റി എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് തിരിച്ചു വരാനാണ് പ്ലാന്. അപ്പോൾ ഏകദേശം നല്ല കയറ്റമായതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒരു KSRTC വരുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് തിരിച്ചു പോകാനാണ് പ്ലാന്. അപ്പം നമ്മളിവിടുന്ന് അങ്ങനെ ഏതായാലും വഴി തെറ്റിയല്ലോ എന്ന് കരുതി ഏകദേശം ഈ ഒരു മലയുടെ മുകളിലോട്ട് ചെന്നിട്ട് അവിടുത്തെ വ്യൂ കൂടെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് ആ ഇറക്കം ഇറങ്ങി ഇവിടുന്ന് കാണുന്ന ഇടത്തോട്ടുള്ള വഴിയെയാണ് മാപ്പി കാണിക്കുന്നത്. അപ്പോൾ ഇതും ഒരു ഗ്യാപ്പ് റോഡാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഇടത് സൈഡിൽ കാണുന്നത് ഒരു തേയില ഫാക്ടറിയുടെ ഔട്ട്ലെറ്റാണ്. നമുക്ക് അവിടെ നിന്നൊക്കെ തേയിലയൊക്കെ മേടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അവർ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡ്
അത്ര നല്ലതല്ല. ഈ റോഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇടയ്ക്ക് ചില കുഴികളുണ്ട്. അപ്പോഴത്തേക്ക് കാറൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരിക്കും. അങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടിരുന്നപ്പം ഒരു ചെറിയ കുഴി എത്തിയപ്പം അവരവിടെ ചെറുതായിട്ടൊന്ന് സ്ലോ ആയി. അപ്പോൾ നമ്മൾ അവരെയും കടന്ന് നമ്മൾ മുന്നിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഒരു ബിൽഡിങ്. ഈ തേയിലത്തോട്ടവും അതേപോലെ ഇവിടുത്തെ ചെടികളും അതിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇന്ന് നമ്മളൊരു അമ്പലം കണ്ടു. അപ്പോൾ ഇവിടുത്തെ ഉത്സവമാണെന്ന് തോന്നും. അപ്പോൾ അതേപോലെ ഇവിടെ ഓരോരുത്തരുടെ ഫ്ലെക്സും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ വന്നപ്പം നമ്മുടെ കുറുകെ 2 പശുക്കൾ പോയി. അപ്പം അതൊന്ന് പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടെ താമസമുള്ള ഓരോ വീടുകളാണ്. ചിലപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളൊക്കെ താമസിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ തേയിലയൊക്കെ കൊണ്ടുപോകുന്ന ട്രാക്ടറുകളൊക്കെയാണ് ഇത്. അങ്ങനെ മാപ്പ് നോക്കിയപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയിട്ട് വലത്തോട്ടാണ് നമ്മുടെ വഴി കാണിക്കുന്നത്. അപ്പം ഈ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലം എത്തുന്നതിന് മുന്നേ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഒരു മെയിൻ സിറ്റിയാണത്. അപ്പം നമ്മളാ കണ്ട വലത്തെ വഴി കൂടെ വണ്ടി ഓടിച്ച് ഇങ്ങ് പോകുന്നു. ഈ വഴിയിൽ ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു മൺവഴിയാണ്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് വാർത്ത റോഡുകളൊക്കെ കാണാം. പിന്നെ അവിടെ വന്ന് നമ്മൾ വലത്തോട്ടൊരു വഴി കണ്ടു. ആ വഴിയെ കൂടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അടുത്താണ് നമ്മുടെ ലൊക്കേഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതുവരെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ്റെ ബോർഡോ സൈൻ ബോർഡോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇനി ഇവിടെ ആരെങ്കിലും കാണുവാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് തിരക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ബിൽഡിങ് കണ്ടു. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഇപ്പോൾ ഞാൻ സ്റ്റേ ബുക്ക് ചെയ്തെടുത്തോട്ടൊന്ന് വിളിച്ചിരുന്നു. അപ്പോഴാണ് കറക്റ്റ് വഴി അവർ പറഞ്ഞു തന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വണ്ടി കൊണ്ട് വെച്ചിട്ട് വേണം നമ്മുടെ സ്റ്റേയിലേക്ക് പോകുവാൻ.